ഇന്നൊരു കോഴിമുട്ടയാണ് കയ്യിരിക്കുന്നത്. അപ്പോൾ പലരും സംശയം ചോദിക്കാറുണ്ട്, ഈ കോഴിമുട്ട നമുക്ക് നമ്മുടെ മൈക്രോവേവിൽ പുഴുങ്ങിയെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട്. അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോഴിമുട്ട ഇങ്ങനെ ഈ തോടോടുകൂടി നമുക്ക് മൈക്രോവേവിൽ പുഴുങ്ങാനായിട്ട് സാധിക്കില്ല. ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. നേരെ മറിച്ച് നമുക്ക് ഈ ഒരു മുട്ട അങ്ങനെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ കിട്ടും. അതായത് മൈക്രോവേവ് സേഫായിട്ടുള്ള മൈക്രോവേവിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എഗ് ബോയിലർ വാങ്ങിക്കാൻ കിട്ടും. മൈക്രോവേവ് എഗ് ബോയിലർ എന്നതിനെ പറയുന്ന ഏകദേശം ഒരു 300 രൂപ വില ഉണ്ടാവുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ ഫുള്ളായിട്ടുള്ള മുട്ട നമുക്ക് പുഴുങ്ങിയെടുക്കാൻ പറ്റും. അതിന് ആ ഒരു മൈക്രോവേവ് ബോയിലറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ താഴെ കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെക്കുക. നമ്മൾ ഈ ഇപ്പം താഴെ ഒരു പിക്ചറിൽ കാണിക്കുന്നത് പോലെ ഉള്ളൊരു മോഡലാണത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ സാധാരണ ഒരു ചെറിയൊരു മൈക്രോവേവ് സേഫ് ആയിട്ടുള്ളൊരു ബൗളാണ്. ബൗളിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ഈ മുട്ട ഇതിനകത്തേക്ക് വെക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ നമ്മൾ ഒരിക്കലും ഇതുപോലെ തന്നെ എടുത്ത് അകത്തേക്ക് വെക്കരുത് മൈക്രോവേവിൽ. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മൈക്രോവേവിൻ്റെ അകത്തൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ മാത്രമാണിത്. എന്നിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു സെറാമിക് പ്ലേറ്റ് കൊണ്ട് തന്നെ ഇത് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക. അപ്പോൾ അതിനിടയിൽ ഗ്യാപ്പ് ഉണ്ടാവും. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ത് സംഭവിക്കും എന്നുള്ളത്. ഇവിടെ അതിൻ്റെ ഉള്ളിൽ കറങ്ങുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനം എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അതിൻ്റെ അവസ്ഥ ഇപ്പോൾ 1 മിനിറ്റ് നമ്മൾ ടൈം വെച്ചിട്ടുണ്ട്. 1 മിനിറ്റ് ടൈം വെച്ചിട്ടുണ്ട്. ആ 1 മിനിറ്റ് ടൈം കഴിയുമ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത്. ഇപ്പോൾ കണ്ട ആ സാധനം അത് പൊട്ടിപ്പോയി. എഗ്ഗ് കംപ്ലീറ്റ് ആയിട്ട് അത് പൊട്ടിയിട്ടുണ്ട്. പൊട്ടിപ്പോയത് അതായത് ഇതിനകത്ത് വെള്ളത്തിലൊഴിച്ചും ഡയറക്റ്റായിട്ട് നമുക്ക് ഇതിനെ പുഴുങ്ങാൻ സാധിക്കില്ല. നന്നായിട്ട് പൊട്ടിപ്പോയി, മുട്ട പൊട്ടിപ്പോയി. കാര്യം ഇത് തോടുണ്ടെങ്കിൽ, മുട്ടയുടെ തോടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് പൊട്ടിപ്പോകും. കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മൈക്രോവേവ് അത്രയും ഫോഴ്സ്ഫുള്ളി അതിൻ്റെ അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അത് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ പുഴുങ്ങാൻ പറ്റില്ല. നമ്മളും കുറച്ച് മുമ്പേ പറഞ്ഞ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലാണ് കറക്റ്റായിട്ട് നമുക്ക് പുഴുങ്ങാൻ പറ്റുള്ളൂ. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു രീതിയിലൊരു കാര്യം ചെയ്യാം. അതായത് ഫിലിം സ്റ്റാർ മോഹൻലാൽ പറഞ്ഞ പോലെ പോച്ചെ. പിന്നെ ഏറ്റവും സുരക്ഷിതമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരു ബൗളിനകത്ത് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക. മോഹൻലാലിന് വളരെ പ്രിയപ്പെട്ട ഒരു ഡിഷും കൂടിയാണിത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഒരു 1 മിനിറ്റ് ആദ്യം ചൂടാക്കുക. നമ്മളിപ്പോൾ 1 മിനിറ്റ് ചൂടാക്കാൻ പോണേ. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്, നമ്മൾ ചൂടാക്കുന്നുണ്ട്. ഇത് ചൂടാക്കി കഴിഞ്ഞിട്ട് ആണ് അടുത്ത പരിപാടി നമുക്ക് ചെയ്യേണ്ടത്. ഒത്തിരി ആൾക്കാരുടെ ഒരു മെയിനായിട്ടുള്ളൊരു സംശയമാണ് മൈക്രോവേവിനകത്ത് ഇതുപോലെ തന്നെ വേവിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എക്സ്പെരിമെൻ്റാണിത്. നമുക്ക് മുട്ട അതിനകത്ത് നമുക്കൊരിക്കലും തൊണ്ടോടുകൂടി അതിനകത്ത് വെച്ച് വേവിക്കാൻ പറ്റില്ല. ചില ആൾക്കാർ പറയുന്നുണ്ട് അതിനകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ദ്വാരം ഇട്ടിട്ട് വെച്ച് കൊടുത്താൽ അത് ബോയിൽ ചെയ്തെടുക്കാമെന്ന്. പക്ഷേ എന്നാലും അത് പൊട്ടി സ്പ്രെഡ് ചെയ്ത് ഈ മൈക്രോവേവിൻ്റെ അകത്തൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ മുകളിലൊരു മൂടി വെച്ചത്. ഇനി അതൊരു മൂടി ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് റാപ്പർ ചെയ്താലും ഈ പറഞ്ഞ കാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ 1 മിനിറ്റ് ടൈം ആയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു. നമ്മൾ ഈ ബൗള് ചൂടായിട്ടുണ്ട് നന്നായിട്ട്. നേരെ പുറത്തേക്ക് എടുക്കുന്നു. ഇതിനകത്തേക്ക് ഒരല്പം വിനാഗിരി, അല്പം ഒരു ചെറിയ ഡ്രോപ്പ് വിനാഗിരി ഒഴിക്കുന്നു. ഒരു നുള്ളു ഉപ്പ് ഇടുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് അതിന് ശേഷം ചെറിയ ഫോർക്ക് കൊണ്ട് പതുക്കെ ഇളക്കുക. ഇളക്കിയതിന് ശേഷം ഒരു മുട്ട പതുക്കെ ഇതിനകത്തേക്ക് പൊട്ടിച്ചൊഴിക്കുക. ഇതാണ് മോഹൻലാലിന് ഇഷ്ടപ്പെട്ടൊരു ഫുഡാണ്. ഇതിൻ്റെ പേര് മാത്രം എനിക്ക് വായിൽ വരുന്നില്ല. അതിനുശേഷം നമ്മൾ വീണ്ടും മുമ്പ് വെച്ച പോലത്തെ ആ ഒരു പ്ലേറ്റ് ഇതിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട്. ഡോർ അടക്കുന്നു. നമ്മൾ 2 മിനിറ്റ് മൈക്രോവേവ് ഓൺ ചെയ്യുന്നു. ഇത് ഫുൾ പവറിലാണ് ടൈപ്പ് ഓൺ ആവുന്നത്. 2 മിനിറ്റ് നമ്മൾ ടൈം കൊടുത്തിട്ടുണ്ട്. ഫുൾ പവർ എന്ന് പറഞ്ഞാൽ മൈക്രോവേവിന് നമുക്ക് പവർ കുറക്കാനും കൂട്ടാനും സാധിക്കും. ഇപ്പോൾ 100-ലാണ് ഇത് കിടക്കുന്നത്. അത് വെച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ട് അത് കുക്കിങ്ങിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ഏകദേശം കഴിയാനായിട്ടുണ്ട്. നമുക്ക് ഡോറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇങ്ങനെയാണ് കിടക്കുന്നത്. കാര്യം
സ്റ്റീം അടിച്ചു. വേണ്ട, ഇത് ഫുള്ളായിട്ട് പുറത്തേക്ക് തെറിച്ചിട്ടൊക്കെ ഉണ്ട്. ആ പാത്രം വെച്ചുകൊണ്ടിട്ടാണ് ആ ഫുള്ളായിട്ട് പുറത്തേക്ക് തെറിച്ചേക്കുന്നത്. അപ്പോൾ മുട്ട ഒരിക്കലും നമുക്ക് ഈ മറ്റേ തൊണ്ടോട് വെച്ചാലും ഇത് തന്നെയായിരിക്കും നമുക്കുണ്ടാകുന്ന അവസ്ഥ. എന്തായാലും നമുക്കിതൊന്ന് പുറത്തേക്കൊന്ന് എടുത്ത് നോക്കാം. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട്. കണ്ട, ഇതാണ് മോഹൻലാലിന് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം കഴിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ സേഫ്റ്റിയോടുകൂടി നമുക്ക് ഇതിനകത്ത് ചെയ്യാം. ഒരിക്കലും ഡയറക്റ്റ് ഒരു എഗ്ഗ് വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പം പൊട്ടി ഇതിൻ്റെ അകത്തേക്ക് തെറിച്ച് വീണിട്ട് ഇതിൻ്റെ അകത്തോട്ടൊക്കെ കണ്ടില്ലേ മൊത്തം ആയേക്കുന്നുണ്ടല്ലേ. ഇതൊക്കെ നമ്മൾ രണ്ടാമത് തന്നെ ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ ഒരു സംശയം തീർന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് സാധനം കുക്കായിട്ടുണ്ട്. നമുക്കൊരു 2 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് കഴിക്കാം. ഇത് നമുക്ക് ബുൾസേ ആയിട്ട് അതുപോലെ ഉപയോഗിക്കാം. ഇത്തിരി പെപ്പറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് ഇത് കഴിക്കാം. ബൗളിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളം നമ്മൾ എടുത്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ നമുക്ക് യോക്ക് ഉൾപ്പെടെ കഴിക്കാം. ഒരു കുഴപ്പമുണ്ടാവില്ല.